എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഏവിയേഷൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നമ്മൾ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദ്രവ്യത്തെക്കുറിച്ചും ഇലക്ട്രോണിനെ കുറിച്ചും നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് ശരിക്കും പഠിക്കേണ്ടതെന്ന് ബോർഡിലേക്ക് ചെക്ക് ചെയ്യുക. നമ്മൾ സ്ലൈഡ് നമ്പർ 11 വരെയാണ് ലാസ്റ്റ് ക്ലാസ് എടുത്തിരിക്കുന്നത്. അതായത് ഇലക്ട്രോണിനെ കുറിച്ചും ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള പോയിന്റ് ഒക്കെയാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന ഈ ഒരു പോയിന്റ്. അതായത് ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ അല്ലെ? ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ എത്രയാ? -1.6 × 10⁻⁻19 കൂളോം എന്ന് പറയുന്ന ചാർജിന്റെ വാല്യൂ വരെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കേണ്ടത് അടുത്ത ആരാളെ പ്രോട്ടോണിനെ പറ്റിയാണ്. നമ്മൾ ബോർഡിലേക്ക് ചെക്ക് ചെയ്ത് എന്താ പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ ആരാ പ്രോട്ടോണിന്റെ പിതാവ്? സയന്റിസ്റ്റിന്റെ പേരെന്താ? ഏണസ്റ്റ് റൂദർഫോർഡ്. പറഞ്ഞതുപോലെ എന്താ അത്? പ്രോട്ടോണിന്റെ പിതാവ് ആരാടെ? നമുക്ക് ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. പ്രോട്ടോണെ കണ്ടുപിടിച്ച വർഷമുണ്ടോ? ഉണ്ട്. 1920 ആണ്. 1920 ആരെ കണ്ടുപിടിച്ചു? പ്രോട്ടോണിനെ കണ്ടുപിടിച്ചു. നോക്കണേ, പ്രോട്ടോണിന്റെ പിതാവ് ആരാടെ? സയന്റിസ്റ്റിന്റെ പേര് പരിഗണിച്ചേ, ഏണസ്റ്റ് റൂദർഫോർഡ്. കണ്ടുപിടിച്ച വർഷം എപ്പോഴാ? 1920 ആണ്. 1920 ആരെ കണ്ടുപിടിച്ചു? പ്രോട്ടോണിനെ നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ പ്രോട്ടോണിന്റെ മാസ് നോക്ക്. പ്രോട്ടോണിന്റെ മാസ് അല്ലേ? പ്രോട്ടോണിന്റെ മാസ് ബോർഡിലുണ്ട്. പ്രോട്ടോണിന്റെ മാസ് പരിഗണിച്ചടേ എത്ര? അത് 1.672 × 10⁻⁻27 kg ആണ്. ശരിയല്ലേ? അപ്പോൾ പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.672 × 10⁻⁻27. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ 10ന്റെ പവർ വരുന്ന ഒരു ആൻസർ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എവിടെ ഫോക്കസ് ചെയ്യണം? 10ന്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്യുക. PSC വർഷങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുന്നതും മാറ്റാൻ ഉദ്ദേശിക്കുന്നതും നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടും 10th പവർ ആയിരിക്കും. സോ ബി ഫോക്കസ്ഡ് ഓൺ 10th പവർ. 10ന്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്തേ. അപ്പോൾ ഇലക്ട്രോണിന്റെ മാസ് കിലോഗ്രാമിൽ എങ്ങനെ വരും? 1.672 × 10⁻⁻27 kg. 10ന്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്തേ, -27. ഇനി അത് ഗ്രാമിലേക്ക് പോകുമ്പോഴോ? മാസിന് ഗ്രാമിലേക്ക് പോകുമ്പോൾ 1.672 × 10⁻⁻24. ശരിയല്ലേ? -24 ഗ്രാം. അപ്പോൾ പ്രോട്ടോണിന്റെ മാസ് കിലോഗ്രാമിൽ ബോഡിയിലുണ്ട് 1.672 × 10⁻⁻27 kg. ഗ്രാമിലേക്ക് പോകുമ്പോഴോ 1.672 × 10⁻⁻24 ഗ്രാം. -24ലേക്ക് ഫോക്കസ് ചെയ്തു. നോക്കണേ, പ്രോട്ടോണിന്റെ പിതാവാരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. കണ്ടുപിടിച്ച വർഷമുണ്ടോ? 1920. മാസ് കിലോഗ്രാമിലുണ്ടോ? 1.672 × 10⁻⁻27 kg. ഗ്രാമിലേക്ക് പോകുമ്പോഴോ 1.672 × 10⁻⁻24 ഗ്രാം. എങ്കിൽ നമുക്കറിയാം ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ. ശരിയല്ലേ? ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണ് ആര്? പ്രോട്ടോൺ. ശരിയല്ലേ? ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണ് ആര്? പ്രോട്ടോൺ. ചാർജിന്റെ വാല്യൂ എങ്ങനെയാണ്? ബോഡിയിലുണ്ട് 1.6. അവിടെ മൈനസ് ഇല്ല, പകരം 1.6 × 10⁻⁻19 കൂളോം. കിട്ടിയായിരുന്നോ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോണിന്റെ ചാർജ് എങ്ങനെ എഴുതിയത്? ബോഡിയിലുണ്ട്. അത് -1.6 × 10⁻⁻19 കൂളോം ആയിരുന്നു. എന്നാൽ ഇവിടെ തുടക്കത്തിലെ മൈനസ് മാറ്റിയല്ലേ? തുടക്കത്തിലെ മൈനസ് മാറ്റി ആരാക്കി? പ്ലസ് ആക്കി എന്ന് നിങ്ങൾ വേറൊന്നുമില്ല. ബാക്കി നമ്മൾ രണ്ടുപേർക്കും, നമ്മൾ ഇലക്ട്രോൺ എടുത്താലും ശരി പ്രോട്ടോൺ എടുത്താലും ശരി, രണ്ടുപേർക്കും 10ന്റെ പവർ എത്ര? 10⁻⁻19 കൂളോംബാണ്. അപ്പോൾ ഒരുമിച്ച് പഠിക്കാൻ കഴിയും. നിങ്ങൾ ഇലക്ട്രോൺ എടുത്താലും ശരി പ്രോട്ടോൺ എടുത്താലും ശരി, രണ്ടുപേർക്കും 10ന്റെ പവർ എത്രയാണ്? ചാർജ് പറയുമ്പോൾ 10⁻⁻19 കൂളോം. പഠിച്ചായിരുന്നേ? തുടക്കത്തിൽ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ പ്രോട്ടോണിന്റെ പിതാവാര? ഏണസ്റ്റ് റൂദർഫോർഡ്. കണ്ടുപിടിച്ച വർഷം 1920. ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. പിന്നെ റൂദർഫോർഡിന്റെ ഒരു പരീക്ഷണമുണ്ട് അല്ലെ? അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന്റെ പേരെന്താ? ബോർഡിനുണ്ട് ആൽഫാറേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. എഴുതി മാറ്റിക്കോളെ. എന്താ വിളിപ്പേര്? ആൽഫാറേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. കിട്ടിയായിരുന്നു? എന്താ വിളിപ്പേര്? ആൽഫാറേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ് വിളിച്ചേക്കണം കേട്ടോ. എന്താ? ആൽഫാറേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് പരീക്ഷണം എന്നാണ് അതിന്റെ പേര്. ചെയ്ത വർഷം എപ്പോഴാണ്? 1911 ആണ്. 1911. അപ്പോൾ ഒരു എക്സ്ട്രാ പോയിന്റ് എഴുതി മാറ്റിക്കോളൂ. 1911 റുദർഫോർഡിന്റെ പരീക്ഷണത്തിന്റെ പേരെന്താണ്? ആൽഫാറേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് പരീക്ഷണം.
ഈ പരീക്ഷണം ഉപയോഗിച്ചുകൊണ്ടാണ് ശരിക്കും ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആരെ കണ്ടുപിടിച്ചത്? പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത്. അപ്പൊ നോക്കണേ, 1911 ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. എന്താ പരീക്ഷണത്തിന്റെ പേര്? ആൽഫാറെ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ആ പരീക്ഷണം ഉപയോഗിച്ചുകൊണ്ടാണ് ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് കണ്ടുപിടിച്ചത്? നമ്മുടെ ഒരു പ്രോട്ടോണിനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. കണ്ടുപിടിച്ച വർഷം എപ്പോഴായി? 1911, 1911. അതായത് ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന വർഷം. എന്നാൽ പ്രോട്ടോണിനെ കണ്ടുപിടിക്കുന്ന വർഷം 1920ആണ്. നോക്കൂ, ഈ എക്സ്പെരിമെന്റ് കണ്ടുപിടിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന വർഷം എപ്പോഴാ? 1911. എന്നാൽ പ്രോട്ടോൺ കണ്ടുപിടിക്കുന്ന വർഷം എപ്പോഴാണ്? 1920 ആണ്. അപ്പൊ ആ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കിക്കോണം. അദ്ദേഹം 11 എക്സ്പെരിമെന്റ് ആരംഭിച്ചു. പക്ഷെ എക്സ്പെരിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്ന എപ്പോഴാ? 1920 ആ റിസൾട്ട് എന്തായിരുന്നു? പ്രോട്ടോണിന്റെ ഡിസ്കവറി. അപ്പോൾ പ്രോട്ടോണിന്റെ ചാർജ് കിട്ടി, മാസ് കിട്ടി, കണ്ടുപിടിച്ച പിതാവിനെ കിട്ടി, കണ്ടുപിടിച്ച വർഷം കിട്ടി. ആ പിതാവായിട്ടുള്ള റൂദർഫോർഡ് ഉപയോഗിച്ച എക്സ്പെരിമെന്റ് വേറെന്താണ്? ആൽഫാറെ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത വർഷം എപ്പോഴാ? 1911. പഠിച്ചായിരുന്നല്ലോ. മുന്നോട്ട് പോവാണേ. അടുത്ത വീണ്ടും ആലോചിച്ച് നോക്കിയേ. ഞാനൊരു മോഡൽ ക്വസ്റ്റ്യനെ വെച്ചിട്ടുണ്ട്. നോക്ക്, പ്രോട്ടോണിന്റെ മാസ് കിലോഗ്രാമിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ 2017 LDC കോട്ടയം. 2017 കോട്ടയം ജില്ല LDC. മറന്നുപോലെ 2017 കോട്ടയം ജില്ല LDC ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, പ്രോട്ടോണിന്റെ മാസ് കിലോഗ്രാമിൽ എത്രയാണ്? നിങ്ങൾ 4 ഓപ്ഷൻ കൊണ്ടാ. 1.67 × 10, 1.67 × 10, 1.67 × 10, 1.67 × 10. 4 ഓപ്ഷനിൽ മാറുണ്ട്. 1.67 × 10 ഉണ്ട്. 10ന്റെ പവർ മാത്രം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടാ. 10⁻⁻26 kg, 10⁻⁻25 kg, 10⁻⁻24 kg, 10⁻⁻27. എവിടെ ഫോക്കസ് ചെയ്യണം നിങ്ങൾ? 10ന്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്തേ. കണ്ടോ നിങ്ങൾ? 10⁻⁻27 kg. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, 10ന്റെ പവറൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ തുടക്കം നോക്കണ്ട. PSC വർഷങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുന്ന 10ന്റെ പവറിലാണ്. ഇതൊരു 2017 LDC കോട്ടയം ജില്ലാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രോട്ടോണിന്റെ മാസ് എങ്ങനെ വരും? 1.62 × 10⁻⁻27 അല്ലേ? ഡി ആണ് ഓപ്ഷൻ. ഡി ആണ് നമ്മുടെ ശരിയായ ആൻസർ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ആൻസർ. സെറ്റ് ആണ്. ഇനി പയ്യെ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് പരിശോധിച്ച ക്വസ്റ്റ്യന്റെ മോഡൽ കിട്ടിയല്ലോ. അടുത്ത പരിചയപ്പെടാം. ആരാണ്? ന്യൂട്രോൺ. ന്യൂട്രോണിന്റെ പിതാവ് ആരാണ്? ജെയിംസ് ചാഡ്വിക്. കിട്ടിയോ? ആരാ പിതാവ്? ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. കണ്ടുപിടിച്ച വർഷം ഉണ്ടോ? 1932. ന്യൂട്രോണിന്റെ മാസം ഉണ്ടോ കിലോഗ്രാമിൽ? നോക്ക്, 1.66 × 10⁻⁻27 kg. കിട്ടിയോ? എങ്ങനെയാ? 1.66 × 10⁻⁻27. 10ന്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്യണേ. നോക്കൂ, ഗ്രാമിലേക്ക് പോകുമ്പോഴേ 1.66 × 10⁻⁻24 കിട്ടിയായിരുന്നു. -24. അപ്പോൾ കിലോഗ്രാമിലും ഗ്രാമിലും വ്യത്യാസം ഉണ്ടല്ലേ? അപ്പൊ നിങ്ങൾ നോക്ക്, നിങ്ങൾ അതായത് ഇപ്പൊ നമ്മൾ എങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോട്ടോൺ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ കുറച്ചു പിന്നെ പ്രോട്ടോണിന്റെ മാസം എങ്ങനെ എഴുതിയത്? നിങ്ങൾ നോക്കി, പ്രോട്ടോണിന്റെ മാസം എങ്ങനെ എഴുതിയത്? 1.67. എന്നാ ബോർഡിലുണ്ട് 1.67 2 × 10⁻⁻27 kg അല്ലേ? അങ്ങനെയായിരുന്നു പ്രോട്ടോൺ എഴുതിയത്. ഗ്രാമിലേക്ക് പോയപ്പോഴോ അത് 1.67 2 × 10⁻⁻24 ആയിരുന്നു. ശരിയല്ലേ? ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ വ്യത്യാസം കിട്ടിയായിരുന്നു കിലോഗ്രാമിലും ഗ്രാമിലും. അപ്പോൾ പ്രോട്ടോണിന്റെ മാസ് കിലോഗ്രാമിൽ 1.67 2 × 10⁻⁻27 kg, ഗ്രാമിൽ 1.67 2 × 10⁻⁻24. കണ്ടോ? ഈ 2 മാറ്റി നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയേ. ഈ 2 മാറ്റി ആണ് ഇവിടുത്തെ 2 ഇല്ലേ? ഈ 2 മാറ്റി 6 ആക്കി എന്നുള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ 2 മാറ്റി 6 ആക്കി എന്നുള്ളൂ. കണ്ടോ? അപ്പൊ 2 മാറ്റി 6 ആക്കിയ ഒരു സംഭവം മാത്രമുള്ള മറ്റുള്ള ഒരു തരത്തിലെ വ്യത്യാസങ്ങളും കാണാൻ കഴിയില്ല നിങ്ങൾക്ക് അവിടെ. ഓക്കെ അല്ലേ? ബാക്കി 2 പേർക്കും 10ന്റെ പുറം ഒരേപോലെ അല്ലേ? അതായത് നിങ്ങൾ ന്യൂട്രോണിനെ എടുത്താലും ശരി, അല്ല പ്രോട്ടോണിനെ എടുത്താലും ശരി, 10ന്റെ പവർ 2 പേർക്കും ഒരേപോലെ അല്ലേ? അതേ 2 പേർക്കും എങ്ങനെയാണ്? 10⁻⁻27 kg കിലോഗ്രാമിൽ, ഗ്രാമിലോ 2 പേർക്കും 10⁻⁻24 ഗ്രാം. ഓക്കെ അല്ലേ? മറന്നു പോകല്ലേ? ഇതാ വീണ്ടും അടുത്ത പോയിന്റ് വായിച്ചു നോക്കിയടേ. ഈ ന്യൂട്രോണിന്റെ ചാർജ് എങ്ങനെയാണ്? ചാർജ് ഇല്ല. ഒരാറ്റത്തെ ചാർജ് ഇല്ലാത്ത കണം. ശരിയല്ലേ?
ഒരു ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ആര്? ന്യൂട്രോൺ. ന്യൂട്രോണിന്റെ പിതാവ് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. കണ്ടുപിടിച്ച വർഷം ഏതാണ്? 932. മാസ് കിലോഗ്രാമിൽ എങ്ങനെ? 1.67. അത് പ്രോട്ടോൺ ആണെങ്കിൽ 2 അത്രയുള്ള വ്യത്യാസം. അപ്പോൾ 1.67 ഇൻറ്റു 10⁻⁻27 kg ഗ്രാമിലേക്ക് പോകുമ്പോഴോ 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം കിട്ടിയായിരുന്നു. ഗ്രാമിലും കിലോഗ്രാമിലും കിട്ടി. അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഒരേപോലെ പരിഗണിക്കുമ്പോൾ രണ്ടുപേർക്കും 10ന്റെ പവർ എങ്ങനെ? 10⁻⁻27 kg ഗ്രാമിൽ പോകുമ്പോഴോ രണ്ടുപേർക്കും 10⁻⁻24 ഗ്രാം. ഇനി ചാർജ് ഉണ്ടോ? ഇല്ലടേ. ഒരാറ്റത്തിനുള്ളിൽ നോക്കൂ, ഒരാറ്റത്തിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം. ശരിയല്ലേ? ഒരാറ്റത്തിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം കിട്ടിയായിരുന്നോ? ചാർജ് ഇല്ലാത്ത കണമാണ് ആര്? ന്യൂട്രോൺ. ശരിയല്ലേ? അപ്പോൾ ആറ്റത്തിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ആര്? ന്യൂട്രോൺ. ശരിയല്ലേ? എഴുതി മാറ്റിയായിരുന്നുള്ളൂ. റൈറ്റ്. ഇനി വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നോക്കിക്കോണേ, വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സയന്റിസ്റ്റിന്റെ പേര് പരിചയപ്പെട്ടാണ് ഏണസ്റ്റ് റൂദർഫോർഡ് കിട്ടി. സയന്റിസ്റ്റിന്റെ പേര് പരിചയപ്പെടുക. എന്താ പേര്? ഏണസ്റ്റ് റൂദർഫോർഡ്. നോക്കണേ, റൂദർഫോർഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് നോക്കിയണേ. ഒന്നാരാ? അപ്പം അദ്ദേഹത്തിന് ഒരു 6-7 കോൺട്രിബ്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഫിസിക്സും കെമിസ്ട്രി എങ്ങനെയൊക്കെയാണ്? ഫിസിക്സും കെമിസ്ട്രിയും ഒരേപോലെ ബന്ധമുള്ള സയന്റിസ്റ്റ് ആണ് ആര്? ഏണസ്റ്റ് റൂദർഫോർഡ്. അദ്ദേഹത്തിന് ഒന്നാമത്തെ കോൺട്രിബ്യൂഷൻ എന്താ? ഫാദർ ഓഫ് പ്രോട്ടോൺ. രണ്ടാമത്തതോ അദ്ദേഹമാണ് ന്യൂക്ലിയസിന്റെ പിതാവ്. മൂന്നാമത്തതോ അദ്ദേഹമാണ് ആൽഫ കണം അല്ലെങ്കിൽ ആൽഫ റേഡിയേഷന്റെ പിതാവ്. നാലാമത്തതോ അദ്ദേഹമാണ് ബീറ്റ കണം അല്ലെങ്കിൽ ബീറ്റ റേഡിയേഷൻ. കിട്ടിയോടെ? സയന്റിസ്റ്റിന്റെ പേരെന്താ? ഏണസ്റ്റ് റൂദർഫോർഡ്. അദ്ദേഹമാണ് പ്രോട്ടോണിന്റെ പിതാവ്, അദ്ദേഹമാണ് ന്യൂക്ലിയസിന്റെ പിതാവ്, അദ്ദേഹമാണ് ആൽഫ റേഡിയേഷന്റെ പിതാവ്, അദ്ദേഹമാണ് ബീറ്റ റേഡിയേഷന്റെ പിതാവ്. ക്ലിയർ? കഴിഞ്ഞില്ല. അടുത്ത 5ാമത്തെ പോയിന്റ്. ഇവിടെ ഇദ്ദേഹമാണ് ആറ്റത്തിന്റെ ആദ്യ സൗരയുധ മാതൃക. മറന്നുപോലെ ഒരാറ്റത്തിന്റെ ആദ്യ സൗരയുധ മാതൃക മുന്നോട്ട് വെച്ചു അല്ലേ? ഒരാറ്റത്തിന്റെ ആദ്യ സൗരയുധ മാതൃക മുന്നോട്ട് വെച്ചു ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. എന്താണെന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇവിടെ ആണവശാസ്ത്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സ് ബോർഡിലുണ്ട്. ആണവശാസ്ത്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സിന്റെ ലോകത്തിലെ പിതാവാണ്. കിട്ടിയായിരുന്നു? ആണവശാസ്ത്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സിന്റെ ലോകത്തിലെ പിതാവാണ്. അപ്പൊ ഇങ്ങനെയുള്ള 6 കോൺട്രിബ്യൂഷൻ ആണ് ആരുടെ പേരിലുള്ളത്? സയന്റിസ്റ്റിന്റെ പേരെന്താണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. കിട്ടിയായിരുന്നോ? ഒന്ന് പ്രോട്ടോൺ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച് കണ്ടിരുന്നു അല്ലേ? ഒരു ആറ്റം എടുത്താൽ നടുക്ക് വരുന്ന ന്യൂക്ലിയസിലെ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോൺ. ആ പ്രോട്ടോണിന്റെ പിതാവാനാണ് നമ്മൾ പഠിച്ചു. സയന്റിസ്റ്റിന്റെ പേരെന്താ? ഏണസ്റ്റ് റൂദർഫോർഡ്. ശരിയല്ലേ? അടുത്ത ആരാണ്? ന്യൂക്ലിയസ്. ഒരാറ്റം എടുത്താൽ നടുക്കാനുണ്ട് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന്റെ പിതാവാനാണ് നമ്മൾ കണ്ടു? ഏണസ്റ്റ് റൂദർഫോർഡ്. ഇനി ആലോചിച്ചേ, ഫിസിക്സും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 തരത്തിലുള്ള റേഡിയേഷൻ ഉണ്ട്. ആരൊക്കെയാണ്? ഒന്നാര ആൽഫ റേഡിയേഷൻ, രണ്ടാര ബീറ്റ റേഡിയേഷൻ. ഓക്കെ അല്ലേ? മൂന്നാമത്തെ റേഡിയേഷൻ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം, ഗാമ. അപ്പോൾ ഗാമേന്റെ പിതാവ് ശരിക്കും ആരല്ല? ഗാമേന്റെ പിതാവ് ശരിക്കും റൂദർഫോർഡ് അല്ല. ഗാമേന്റെ പിതാവ് മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിന്റെ പേര് പരിഗണിച്ചേ പോൾ യു വില്ലിയാണ്. കിട്ടിയായിരുന്നോ? ഗാമേന്റെ പിതാവാനാണ് പോൾ യു വില്ലിയാണ്. കിട്ടിയോ? അപ്പോൾ സയന്റിസ്റ്റിന്റെ പേരെന്താ? ഏണസ്റ്റ് റൂദർഫോർഡ്. അദ്ദേഹമാണ് ആൽഫ റേഡിയേഷന്റെ പിതാവ്, അദ്ദേഹമാണ് ബീറ്റ റേഡിയേഷന്റെ പിതാവ്. എന്നാൽ ഈ ആൽഫയും ബീറ്റയും പറയുമ്പോൾ കൂടെ അസോസിയേറ്റ് ചെയ്ത് പറയേണ്ട മറ്റൊരു റേഡിയേഷൻ ആണ് ഇത് ഗാമ. ഗാമ റേഡിയേഷന്റെ പിതാവാനാണ് പോൾ യു വില്ലിയാണ്. ഇനി 3 പേർക്ക് അവരുടെ സ്പീഡ് അല്ലെങ്കിൽ വേഗത പറയണം. ആൽഫ റേഡിയേഷന്റെ വേഗത എന്ന് പറഞ്ഞേ 15 ഇൻറ്റു 10⁻6 മീറ്റർ പെർ സെക്കൻഡ്. 10ന്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്തേടെ. ബീറ്റ ആണെങ്കിലോ 27 ഇൻറ്റു 10⁻7 മീറ്റർ പെർ സെക്കൻഡ്. 10ന്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്തേടെ. ഗാമയാണെങ്കിലോ 3 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. 10ന്റെ പവറിലേക്ക് നോക്കിയടേ. അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രകാശം അല്ലേ? പ്രകാശത്തിന്റെ വേഗതയ്ക്ക് തുല്യമല്ലേ ഗാമ? ശരിയാണ്. ഗാമ എന്ന് പറയുന്നത് ഈക്വൽ ടു പ്രകാശം. പ്രകാശ വേഗതയ്ക്ക് തുല്യമാണ് ആര്? ഗാമ. നോക്കണേ, ആൽഫ റേഡിയേഷന്റെ സ്പീഡ് എത്ര? 15 ഇൻറ്റു 10⁻6 മീറ്റർ പെർ സെക്കൻഡ്. ബീറ്റ ആണെങ്കിലോ 27 ഇൻറ്റു 10⁻7 മീറ്റർ പെർ സെക്കൻഡ്. ഗാമയാണെങ്കിലോ 3 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. ഈക്വൽ ടു പ്രകാശ വേഗത. പ്രകാശ വേഗതയ്ക്ക് തുല്യമാണ് ആര്? ഗാമ. അപ്പോൾ ആൽഫ റേഡിയേഷന്റെ പിതാവ് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ബീറ്റ ആണെങ്കിലോ ഏണസ്റ്റ്. ഗാമയാണെങ്കിലോ പോൾ യു വില്ലിയാണ്.
ആൽഫയുടെ വേഗത 15x10⁻6 മീറ്റർ പെർ സെക്കൻഡ്. ബീറ്റ ആണെങ്കിലോ 27x10⁻7 മീറ്റർ പെർ സെക്കൻഡ്. ഗാമയാണെങ്കിലോ 3x10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഈക്വൽ ടു പ്രകാശം. കിട്ടിയായിരുന്നോ? ഈക്വൽ ടു പ്രകാശം. പ്രകാശ വേഗതയ്ക്ക് തുല്യമാണ് ആര്? ഗാമ. മറന്നുപോലെ പ്രകാശ വേഗതയ്ക്ക് തുല്യ വേഗതയുള്ള റേഡിയേഷൻ ആണ് ആര്? ഗാമ. പ്രകാശ വേഗതയ്ക്ക് തുല്യ വേഗതയുള്ള റേഡിയേഷൻ ആണ് ശരിക്കും ആരാണ്? ഗാമ. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഗാമയുടെ പിതാവാറ പോളിവിലിയാണ് അല്ലേ. അടുത്ത പരിഗണിച്ചേ ബോർഡിലുണ്ട് ആറ്റത്തിന്റെ ആദ്യ ബോർഡിലേക്ക് നോക്കണേ. ആറ്റത്തിന്റെ ആദ്യ സൗര യുധ മാതൃകന്റെ പിതാവാരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. വർഷമേത 1911 1911. അതായത് നമുക്ക് ഒരാറ്റത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ സോളാർ സിസ്റ്റത്തിന് തുല്യമല്ലേ? നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഒരാറ്റവടത്തിൽ എപ്പോഴും നടുക്കാനുണ്ട് ന്യൂക്ലിയസ് അല്ലേ. നടുക്ക് ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുകയാണ് അല്ലേ. ഒരാറ്റവടത്തിൽ എപ്പോഴും നടുക്കാനുണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും എപ്പോഴും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുകയല്ലേ. അത് ഇലക്ട്രോൺസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, ശരിയല്ലേ? അപ്പൊ ഒരാറ്റവടത്തിൽ എപ്പോഴും നടുക്കാനാണ് ന്യൂക്ലിയസ്, ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ ചുമ്മാ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, ശരിയല്ലേ? കറങ്ങിക്കൊണ്ടേയിരിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ താപ്പിലേക്ക് നോക്ക്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഫിഗർ, ആ ഒരു സ്ട്രക്ചർ ആർക്ക് തുല്യമാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു സോളാർ സിസ്റ്റം, ശരിയല്ലേ? ഒരു സോളാർ സിസ്റ്റം എടുത്ത് നടുക്കാനുണ്ട്, ഇതുപോലെ സൂര്യനുണ്ട്, ചുറ്റും ഗ്രഹങ്ങൾ കിടന്ന് കറങ്ങുകയല്ലേ. സെയിം തന്നെ സോളാർ സിസ്റ്റം എടുത്ത നടുക്ക് സൂര്യൻ, ചുറ്റും പ്ലാനറ്റുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. സമാനമായ ഫിഗർ അത് തന്നെയല്ലേ ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരാറ്റം എടുത്താൽ നടുക്കാറുണ്ട് ന്യൂക്ലിയസ്, ചുറ്റും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുന്ന പോലെ. ഒരു സോളാർ സിസ്റ്റം എടുത്താൽ നടുക്കാറുണ്ട്, നടുക്ക് സൂര്യൻ, ചുറ്റും പ്ലാനറ്റുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ആറ്റത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ മറന്നുപോലെ, ഒരാറ്റത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ എപ്പോഴും ആർക്ക് തുല്യമായിരിക്കും? ഒരാറ്റത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ എപ്പോഴും ആർക്ക് തുല്യമായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു സോളാർ സിസ്റ്റം എന്ന് നമ്മളോട് ആദ്യമായിട്ട് പറയുന്ന ആരാടെയും ആ സയന്റിസ്റ്റിന്റെ പേര് ബോർഡിലുണ്ട്, ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പം ആ ബോർഡിലുണ്ട് ആറ്റത്തിന്റെ ആദ്യ സൗരയൂഥ മാതൃകന്റെ പിതാവ് ആരാടെ? ഏണസ്റ്റ് റൂദർഫോർഡ്. ഇൻട്രൊഡ്യൂസ് വർഷം ഏതാണ്? 1911 1911. അപ്പോൾ ബോർഡിലുണ്ട് ആറ്റത്തിന്റെ ആദ്യ സൗരയൂഥ മാതൃകന്റെ പിതാവാറ? ഏണസ്റ്റ് റൂദർഫോർഡ്. ഇൻട്രൊഡ്യൂസ് വർഷം എപ്പോഴാണ്? 1911 ആണ്, 1911. ഓക്കെ അല്ലേ? ഓക്കെയാണ്. എന്നാൽ വീണ്ടും മുന്നോട്ട് പോകുന്നു. പക്ഷെ അത് മറ്റൊരു പോയിന്റ് ഉണ്ട്. ഈ ആറ്റത്തിന്റെ ആദ്യ സൗരയൂഥ മാതൃക പരാജയപ്പെട്ടോ? തീർച്ചയായിട്ടും അത് പരാജയപ്പെട്ടു പോയി കേട്ടോ. അത് ഫെയിൽ ആയി പോയി. അങ്ങനെ ശരിക്കും സെക്കൻഡ് സോളാർ മോഡൽ ഓഫ് ആറ്റം, ഒരാറ്റത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ സൗരയൂഥത്തിന് തുല്യമാണെന്ന് രണ്ടാമത് സെക്കൻഡായി, അതായത് സെക്കൻഡ് സൗരയൂഥ മാതൃക. അപ്പോൾ ഒരു ആറ്റത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഒരു സോളാർ സിസ്റ്റത്തിന് തുല്യമാണെന്ന് നമ്മളോട് ആദ്യമായിട്ട് പറയുന്ന ആരാണ്? സയന്റിസ്റ്റിന്റെ പേരെന്താ? നീൽസ് ബോർ. എപ്പോഴാ അതിന്റെ വർഷം? 1913 ആണ്, 1913. കിട്ടിയായിരുന്നോടെ? ഓക്കെ അല്ലേ? അപ്പോൾ ആറ്റത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ കൂടിയുണ്ടേ. ഒരു ആറ്റത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഒരു സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയൂഥത്തിന് തുല്യമാണെന്ന് നമ്മളോട് ആദ്യമായിട്ട് പറഞ്ഞ ആരായിരുന്നു? ഏണസ്റ്റ് റൂദർഫോർഡ്. രണ്ടാമതായിട്ട് പറഞ്ഞ ആരാണ്? നീൽസ് ബോർ. ആദ്യം പറഞ്ഞ് പരാജയപ്പെട്ടു. അപ്പോൾ ഒരു ആറ്റത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയൂഥത്തിന് തുല്യമാണെന്ന് നമ്മളോട് ആദ്യമായിട്ട് പറഞ്ഞു ആരായിരുന്നു? അത് ഏണസ്റ്റ് റൂദർഫോർഡ്. വർഷം എപ്പോഴാ? 1911. ബട്ട് എന്ത് പറ്റി? ബട്ട് ദിസ് വാസ് ഫെയിൽഡ്. അത് ഫെയിൽ ചെയ്തു, പരാജയപ്പെട്ടു പോയി. അങ്ങനെ ഒരു ആറ്റത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഒരു സൗരയൂഥത്തിന് തുല്യമാണെന്ന് നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞ ആരാടെ? അത് നീൽസ് ബോർ ആണ്. അതെപ്പോഴാണ്? 1913. അത് വിജയിച്ചോ? യെസ്, അത് വിജയിച്ചു. അപ്പോൾ ഒരു ആറ്റത്തിന് രണ്ട് പേര്, ഒരു ആറ്റത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ സോളാർ സിസ്റ്റത്തിന് തുല്യമാണെന്ന് നമ്മുടെ രണ്ടു പേര് പറയുന്നു. ഒന്നാരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. വർഷമേതാ? 1911. രണ്ടാരാ? നീൽസ് ബോർ. വർഷമേതാ? 1913. ആദ്യം പറഞ്ഞ് പരാജയപ്പെട്ടു. അതെ, അതുകൊണ്ടാണ് അടുത്ത വന്നത്. രണ്ടാമത്തെ വിജയിച്ചു. അതെ, വിജയിച്ചു. രണ്ടാമത് കൊണ്ടുവന്ന ആരാണ്? നീൽസ് ബോർ. വർഷമേതാ? 1913 1913. എങ്കിൽ അടുത്ത പോയിന്റ് നോക്കൂ. ആണവശാസ്ത്രം ബോർഡിലുണ്ട്. ആണവശാസ്ത്രം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ന്യൂക്ലിയർ ഫിസിക്സ്. അപ്പോൾ ആണവശാസ്ത്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സിന്റെ ലോകത്തിലേക്ക് ഇതാവാണ്. നമുക്ക് അതിനെ ഒന്ന് വിശാലമായി പഠിക്കണം. മുകളിലേക്ക് നോക്കിയിടേ. എല്ലാ പോയിന്റും ഉണ്ടായിരുന്നു അല്ലേ? ഞാനെല്ലാം എഴുതി. നോക്കൂ, ഒന്ന് വായിച്ചേക്കാം. ഒന്ന് വായിച്ചേക്കട്ടെ. നോക്കൂ, നമുക്ക് ഇതിന്റെ ലാസ്റ്റ് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ഉണ്ടോ? ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാണ്?
അത് ഏണസ്റ്റ് റൂദർഫോർഡ് വർഷം 911. അടുത്ത പോയിന്റ് വായിച്ചു നോക്കിയടെ, ഒരു ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക രണ്ടാമതായിട്ട് കൊണ്ടുവന്ന ആരാടെ? അത് നീൽസ് ബോർ 913. കണ്ടോ, ഒരു ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാ? 911 ഏണസ്റ്റ് റൂദർഫോർഡ്. രണ്ടാമതായിട്ട് കൊണ്ടുവന്ന ആരാടെ? 913. സയന്റിസ്റ്റിന്റെ പേരെന്താ? നീൽസ് ബോർ. കിട്ടിയോ? 913 സയന്റിസ്റ്റിന്റെ പേര് പരിഗണിച്ചേ. എന്താണ്? നീൽസ് ബോർ. കിട്ടിയോ? എന്താണ്? നീൽസ് ബോർ. ഗലീലി. എങ്കിൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് അല്ലേ, ഗാമ റേഡിയേഷന്റെ പിതാവാരായിരുന്നു? നമ്മൾ പറഞ്ഞു പോളിയോ വില്ലിയാണ്. ആൽഫയുടെ വേഗത എത്ര? നമ്മൾ പറഞ്ഞിരുന്നു 15x10⁻6 മീറ്റർ പെർ സെക്കൻഡ്. ബീറ്റ ആണെങ്കിലോ 27x10⁻7 മീറ്റർ പെർ സെക്കൻഡ്. ഗാമയാണെങ്കിലോ 3x10⁸ ഈക്വൽ ടു പ്രകാശം എന്ന് കുറച്ചു മുന്നേ പറഞ്ഞിരുന്നു അല്ലേ. കുഴപ്പമില്ല, പോകാമല്ലോ നമുക്ക്. റൈറ്റ്. ഈ പോയിന്റിന്റെ എക്സ്പ്ലെയിൻ ഈ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നുണ്ടോടെ. എന്താ? ആണവ ശാസ്ത്രത്തിന്റെ ലോകത്തിൽ അവ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഞാൻ അവസാനം പറഞ്ഞേക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആണവ ശാസ്ത്രത്തിന്റെ ലോകത്തിലെ പിതാവ് അല്ലെ. എന്നാൽ ആണവ ശാസ്ത്രത്തിന്റെ ലോകത്തിലെ പിതാവ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ബോർഡിലേക്ക് നോക്കി, ബോർഡിലേക്ക് നോക്ക്. ആണവ ശാസ്ത്രത്തിന്റെ ലോകത്തിലെ പിതാവ് എന്ന് പറയുന്ന പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. എന്താ അതിന്റെ സയന്റിസ്റ്റിന്റെ പേര്? നമ്മൾ പറഞ്ഞു ഏണസ്റ്റ് റൂദർഫോർഡ്. ശരിയല്ലേ? എന്താണ് ആണവ ശാസ്ത്രം എന്ന വാക്കിന്റെ ഇംഗ്ലീഷ്? ന്യൂക്ലിയർ ഫിസിക്സ്. മറന്നുപോലെ, ആണവ ശാസ്ത്രം എന്ന് പറയുന്ന വാക്കിന്റെ ഇംഗ്ലീഷ് എന്താണ്? ന്യൂക്ലിയർ ഫിസിക്സ്. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. ശരിയല്ലേ? ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ഇത് ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെങ്കിൽ ആണവ ശാസ്ത്രം. മറന്നുപോലെ, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ച് ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ഇത് ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെങ്കിൽ ആണവശാസ്ത്രം അല്ലേ. അപ്പോൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ഇത് ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെങ്കിൽ വിളിപ്പേർ എന്താണ്? ആണവശാസ്ത്രം. തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, നോക്കിയേ. ഒരാറ്റത്തിന്റെ ബോർഡിലുണ്ട്, ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചോ അതിലെ ഘടകങ്ങളെ കുറിച്ചോ പഠിക്കുന്ന പഠനശാഖയാണ് ഇത് ആണവശാസ്ത്രം എന്ന് പറയാം. മലയാളത്തിൽ ഇംഗ്ലീഷിൽ വിളിപ്പേർ എന്താണ്? ന്യൂക്ലിയർ ഫിസിക്സ്. ഇംഗ്ലീഷിൽ വിളിപ്പേർ എന്താ? ന്യൂക്ലിയർ ഫിസിക്സ്. എങ്കിൽ വീണ്ടും മുന്നോട്ട് പോകുന്നു. പരിചയപ്പെടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ആണവശാസ്ത്രം ഇല്ലേ, ബോർഡിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആണവശാസ്ത്രം ഇല്ലേ, ഈ ആണവശാസ്ത്രത്തിന്റെ ഇന്ത്യയിലെ പിതാവാനാണ്? ഹോമി ജെ ഭാഭ. മറന്നുപോകല്ലേ. അപ്പോൾ ആണവശാസ്ത്രം എന്ന് പറയുന്ന ആശയത്തിന്റെ ഇന്ത്യയിലെ പിതാവാനാണ്? ഹോമി ജെ ഭാഭയാണ്. ശരിയല്ലേ? അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെങ്കിൽ ആണവശാസ്ത്രത്തിന്റെ ഇന്ത്യയിലെ പിതാവാനാണ്? ഹോമി ജെ ഭാഭയാണ്. എങ്കിൽ വീണ്ടും നോക്ക്, ആറ്റം ബോംബ് അല്ലേ. നോക്കണേ, ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവാര? ആറ്റം ബോംബ് എന്ന ആശയത്തിന്റെ ഇന്ത്യയിലെ പിതാവാനാണ്? ഡോക്ടർ രാജാരാമണ്ണ. മറന്നുപോകല്ലേ. അപ്പൊ നമ്മൾ ഈ ആണവ ശാസ്ത്രത്തിന്റെ ഇന്ത്യയിലെ പിതാവിനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആരെ പറയേണ്ടി വരും? ആറ്റം ബോംബിനെ പറയേണ്ടി വരും. ശരിയല്ലേ? അപ്പോൾ ആണവ ശാസ്ത്രത്തിന്റെ ഇന്ത്യയിലെ പിതാവാര? ഹോമി ജെ ഭാഭയാണെങ്കിൽ ആറ്റം ബോംബ് എന്ന ആശയത്തിന്റെ ഇന്ത്യയിലെ പിതാവാനാണ്? ഡോക്ടർ രാജാരാമണ്ണയാണ്. എങ്കിൽ ആറ്റം ബോംബിന്റെ ലോകത്തിലെ പിതാവാരാണ്? റോബർട്ട് ഓപ്പൺഹൈമർ. കിട്ടിയായിരുന്നോ? ആറ്റം ബോംബിന്റെ ലോകത്തിലെ പിതാവാര? ബോർഡിലുണ്ട്, റോബർട്ട് ഓപ്പൺഹൈമർ. സെറ്റാണോടെ? അപ്പോൾ ആണവ ശാസ്ത്രത്തിന്റെ ഇന്ത്യയിലെ പിതാവാര? ഹോമി ജെ ഭാഭ. ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവാര? ഡോക്ടർ രാജാരാമണ്ണ. ആറ്റം ബോംബിന്റെ ലോകത്തിലെ പിതാവാരാണ്? റോബർട്ട് ഓപ്പൺഹൈമർ. പഠിച്ചോ? ആറ്റം ബോംബിന്റെ ലോകത്തിലെ പിതാവാര? റോബർട്ട് ഓപ്പൺഹൈമർ. ശരിയല്ലേ? അപ്പോൾ ആറ്റം ലോകത്തിലെ പിതാവാര? റോബർട്ട് ഓപ്പൺഹൈമർ. എങ്കിൽ വീണ്ടും ബോർഡിലേക്ക് ഈ ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം. ആറ്റം ബോംബ് ബോർഡിലേക്ക് നോക്ക്. ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വത്തെ വിളിക്കുന്ന പേരെന്താണ്? അണു വിഘടനം. അതും അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ന്യൂക്ലിയർ ഫിഷൻ. കിട്ടിയായിരുന്നോ? ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വങ്ങളെ വിളിക്കുന്ന പേരെന്താ? ഒന്നുകിൽ മലയാളത്തിൽ അണു വിഘടനം, അതും അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ന്യൂക്ലിയർ ഫിഷൻ. എഴുതി മാറ്റിയോ? അപ്പോൾ എങ്ങനെയാണ് ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം? അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താ? അത് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു വിളിക്കുക അല്ലെ. അപ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കാടെ? വർക്കിംഗ് പ്രിൻസിപ്പിൾ. എന്താ വിളിപ്പേര്? വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. ആറ്റം ബോംബിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രവർത്തന തത്വം ഏതാണ്? അണു വിഘടനം, അതും അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ന്യൂക്ലിയർ ഫിഷൻ. കിട്ടിയായിരുന്നു? ഒന്നെങ്കിൽ വിളിപ്പേരെന്താ? അണു വിഘടനം, അതും അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ന്യൂക്ലിയർ ഫിഷൻ. നോക്കിയല്ലേ? കഴിഞ്ഞില്ല. വീണ്ടും അപ്പോഴുണ്ട് ഈ ഫിഷൻ കണ്ടുപിടിച്ച വർഷം പറഞ്ഞേ 1939.
1939 പ്രത്യേകത എന്താണ്? സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ. 1939 സെക്കൻഡ് വേൾഡ് വാർ, ശരിയല്ലേ? 1939 സെക്കൻഡ് വേൾഡ് വാർ അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി 1939 ആരെ കണ്ടുപിടിക്കുന്നത്? ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വമായിട്ടുള്ള ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ അണുവിഘടനം. മറന്നുപോലെ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം സെക്കൻഡ് വേൾഡ് വാറിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി 1939 നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിക്കുന്നത്, ശരിയല്ലേ? 1939 ആരെ കണ്ടുപിടിക്കുന്നത്? ഫിഷൻ ഫോർ ദി പർപ്പസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. ആരെ ഫിഷൻ കണ്ടുപിടിക്കുന്നത്? രണ്ടുപേര് ചേർന്നല്ലേ. ഒന്നാരാണ്? ഓട്ടോ ഹാൻ. ഒന്നാമത്തെ സയന്റിസ്റ്റിന്റെ പേരെന്താണ്? ഓട്ടോ ഹാൻ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. രണ്ടാമത്തെ ആരാണ്? ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. ബോർഡിലുണ്ട് FRITZSTRASSMANN. പഠിച്ചോ നിങ്ങൾ? ഓട്ടോ ഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. ഞാൻ ഇപ്പുറത്ത് എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് അണുവിഘടനം അല്ലേ. അപ്പം അണുവിഘടനം എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് എന്താ? ന്യൂക്ലിയർ ഫിഷൻ. അപ്പോൾ അണുവിഘടനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷന്റെ പിതാവ് ആരാണ്? രണ്ടുപേര് ചേർന്ന് കണ്ടുപിടിക്കുന്നു. ഒന്നാരാ? ഓട്ടോ ഹാൻ. രണ്ടാരാണ്? ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. FRITZSTRASSMANN. ഓക്കെ അല്ലേ? എങ്കിൽ എന്താ നമുക്ക് ഫിഷനെ കണ്ടുപിടിച്ച വർഷം ബോർഡിലുണ്ട് 1939, 1939. ക്ലിയർ ആയി? എങ്കിൽ വീണ്ടും അണു വിഘടനത്തിന് ഉദാഹരണം നമ്മൾ കുറച്ചു തന്നെ കണ്ടു. ആറ്റം ബോംബ് ഒരൊറ്റ എക്സാമ്പിളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? അണു വിഘടന, ആറ്റം ബോംബ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ആറ്റം ബോംബ് തന്നെ. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ അണു വിഘടനത്തിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? ആറ്റം ബോംബാണ്. ഒരു എക്സാമ്പിൾ ഉള്ളതാനും. ക്ലിയർ അല്ലേ? അപ്പോൾ അണു വിഘടനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷന്റെ പിതാവാരാ? ഒന്നാരാ? ഓട്ടോ ഹാൻ. രണ്ടാരാ? ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. FRITZSTRASSMANN. കിട്ടിയായിരുന്നോ? ഇനി വീണ്ടും അണുവിഘടനം അല്ലെങ്കിൽ ഫിഷനെ കണ്ടുപിടിച്ച ആരാണ്? അത് കണ്ടുപിടിച്ച വർഷം 1939. ഇനി വീണ്ടും ഫിഷൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറ. ആറ്റം ബോംബാണ് ബെസ്റ്റ് എക്സാമ്പിൾ. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവാരാം? ഡോക്ടർ രാജാറാമണ്ണ. ആറ്റം ബോംബ് ലോകത്തിലെ പിതാവാരാണ്? റോബർട്ട് ഓപ്പൺ. പഠിച്ചോ? ആറ്റം ബോംബ് ലോകത്തിലെ പിതാവാരാം? റോബർട്ട് ഓപ്പൺ ഹീമർ. ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവാരാണ്? രാജാറാമണ്ണ. കിട്ടിയോ? രാജാറാമണ്ണ. നോക്കിയല്ലേ? ക്ലിയർ. അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്നു. നോക്കൂ, ഹൈഡ്രജൻ ബോംബ്. അടുത്ത എന്താ? ഹൈഡ്രജൻ ബോംബിന്റെ പിതാവാര? എഡ്വേർഡ് ടെല്ലർ. കിട്ടിയായിരുന്നോ? ഹൈഡ്രജൻ ബോംബിന്റെ പിതാവാരാണ്? അടുത്തൊരു ബോംബാണ് ഇത്, ഹൈഡ്രജൻ ബോംബ്. അതിന്റെ പിതാവാര? സയന്റിസ്റ്റിന്റെ പേര് പരിഗണിച്ചേ, എഡ്വേർഡ് ടെല്ലർ. എങ്കിൽ അടുത്ത പോയിന്റ് ബോർഡിലേക്ക് നോക്കിയേ. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? മലയാളത്തിൽ അണു സംയോജനം, ഇംഗ്ലീഷിൽ വിളിപ്പേരെന്താ? ന്യൂക്ലിയർ ഫ്യൂഷൻ. സംയോജനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൂടിച്ചേരൽ, കമ്പൈനിങ്. അതാണ് ഇംഗ്ലീഷിൽ ഫ്യൂഷൻ. ഫ്യൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കൂടിച്ചേരൽ. ക്ലിയർ? അതായത് നിങ്ങൾ മുകളിലേക്ക് നോക്കിയേ, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം. ഒരു ആറ്റം എടുത്താൽ ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്നും രണ്ട് തരത്തിൽ എനർജി ഉണ്ടാക്കാം അല്ലെ. ഒരു ആറ്റം എടുത്താൽ അതിന്റെ ന്യൂക്ലിയസ് ഉണ്ട്, ശരിയല്ലേ? ആ ന്യൂക്ലിയസിൽ നിന്നും രണ്ട് തരത്തിൽ എനർജി ഉണ്ടാക്കിയെടുക്കാം. ഒന്നെങ്ങനെയാണ്? ഫിഷൻ വഴി. ഒന്നാമത്തെ എങ്ങനെയാണ്? ഫിഷൻ വഴി എനർജി ഉണ്ടാക്കാം, ശരിയല്ലേ? രണ്ടെന്താണ്? ഫ്യൂഷൻ വഴി ഉണ്ടാക്കാം. ഓക്കെ അല്ലേ? ഫിഷൻ വഴി ഉണ്ടാക്കാം, ഫ്യൂഷൻ വഴി എനർജി ഉണ്ടാക്കാൻ കഴിയും. എന്താ ഫിഷൻ വഴി എങ്ങനെ എനർജി ഉണ്ടാക്കുന്നത്? ഒരു വലിയ ആറ്റം എടുത്ത് മുറിക്കും. ഒരു വലിയ ആറ്റം എടുത്ത് കുറെ കൊച്ചു കൊച്ചു ആറ്റംസ് ആയിട്ട് ഇങ്ങനെ മുറിക്കുന്നുണ്ടാവും. കുറെ കൊച്ചു കൊച്ചു ആറ്റംസ് ആയിട്ട് മുറിക്കുമ്പോൾ കുറെ എനർജി പുറത്തേക്ക് പോകും. ആ എനർജി എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഇലക്ട്രിസിറ്റി ജനറേഷൻ. ആ എനർജി നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടി എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ കഴിയും, ശരിയല്ലേ? ഓക്കെ അല്ലേ? ഇനി അങ്ങനെയല്ല, അടുത്ത നേരെ തിരിച്ചിട്ട് ഇനി എന്താ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ, ഫ്യൂഷൻ എന്ന് പറയുന്നത് ഫിഷൻ എന്ന് വെച്ചാൽ ഒരു വലിയ ആറ്റം കുറെ കൊച്ചു കൊച്ചു ആറ്റംസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് എനർജി പുറത്തേക്ക് വരാം. ആ എനർജി ഇലക്ട്രിസിറ്റി പർപ്പസിനോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അടുത്ത ഫ്യൂഷൻ എനർജി എന്ന് പറയുമ്പോഴേ ഒരു ഫ്യൂഷൻ എന്താ? സംയോജനം, കൂടിച്ചേരൽ. കുറെ കൊച്ചു കൊച്ചു ആറ്റംസിന്റെ കൂടിച്ചേരൽ. ഇതുപോലെ
കുറെ കൊച്ചു കൊച്ചു ആറ്റംസ് എടുക്കുക. ഈ കൊച്ചു കൊച്ചു ആറ്റംസിനെ കൂട്ടിച്ചേർത്ത് നിങ്ങളൊരു വലിയ ആറ്റം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അവിടുന്ന് എന്ത് ചെയ്യാടെ എനർജി പുറത്തേക്ക് വരാം. നമ്മൾക്ക് ആ എനർജി എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഇലക്ട്രിസിറ്റി പർപ്പസ്. ശരിയല്ലേ? നമ്മൾക്ക് എനർജി എന്തിനു വേണ്ടി യൂസ് ചെയ്യാടെ? ഇലക്ട്രിസിറ്റി ജനറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പർപ്പസിന് വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് അവരെ യൂസ് ചെയ്യാൻ കഴിയും. ശരിയല്ലേ? ശരിയല്ലേ? കറക്റ്റാണ്. നമുക്ക് അതിനെ എന്ത് വിളിക്കാടെ? ഫ്യൂഷൻ എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പൊ ആ ബോർഡിലുണ്ട് ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വങ്ങളുടെ വിളിപ്പേരെന്താ? അണു സംയോജനം അല്ലെങ്കിൽ വിളിപ്പേരെന്ത്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇല്ലേ? രണ്ടായിട്ട് കിട്ടിയല്ലോ. അപ്പൊ ഹൈഡ്രജൻ ബോംബിന്റെ പിതാവാനാണ് എഡ്വേർഡ് ടെല്ലർ. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ഏതാണ്? അണു സംയോജനം അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇങ്ങനെ അടുത്ത ബോർഡിൽ വായിച്ചു നോക്ക്. അണു സംയോജനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എക്സാമ്പിൾ ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെ എക്സാമ്പിള്? ഒന്നാര ഹൈഡ്രജൻ ബോംബ്, രണ്ടാര സൂര്യൻ. കിട്ടിയായിരുന്നോ? ഒന്നാര ഹൈഡ്രജൻ ബോംബ്, രണ്ടാരയുടെ സൂര്യൻ. രണ്ട് എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയർ ഫിഷനുമായി ബന്ധപ്പെട്ട് ഒരൊറ്റയൊരു എക്സാമ്പിളെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു അത്? ആറ്റം ബോംബ്. ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ അണു സംയോജനവുമായി ബന്ധപ്പെട്ട് രണ്ട് എക്സാമ്പിൾ. ഒന്നേതാണ് ഹൈഡ്രജൻ ബോംബ്, രണ്ടേതാണ് സൂര്യൻ. അതായത് സൂര്യൻ ഉൾപ്പെടെയുള്ള, നോക്കൂ, സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളിലെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുസംയോജനം. ഒന്നുകൂടെ, സൂര്യൻ, ഞാൻ ഇപ്പുറത്തെ കൂടെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടതാണ്, ഒന്ന് വായിച്ചാലും മതി. നോക്കൂ, ആ ബോർഡിലുണ്ട്, ഒന്ന് നോക്കിയാലേ. സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസം അല്ലെ? നോക്കൂ, സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസമാണ് ഇത് അണുസംയോജനം അല്ലെങ്കിൽ വിളിപ്പേർ എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ബോർഡിലേക്ക് നോക്ക്. സൂര്യൻ ഉൾപ്പെടെയുള്ള, നോക്കണേ, സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസം ഏതാണ്? അണുസംയോജനം അല്ലെങ്കിൽ ഏതാ? ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ ഇതൊരു എക്സ്പെരിമെന്റ് വഴി പ്രൂവ് ചെയ്ത ആരാണ്? ഇതൊരു പരീക്ഷണം വഴി, ഇതൊരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ പരീക്ഷണം വഴി പ്രൂവ് ചെയ്ത ആരാണ്? സയന്റിസ്റ്റിന്റെ പേരെന്താ? ഹാൻസ് ബാത്തെ. സ്പെല്ലിംഗ് ബോർഡിലുണ്ട്, HANSBATHE. ഹാൻസ് ബാത്തയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. വർഷം എപ്പോഴാണ്? 1967 കിട്ടിയായിരുന്നോ? അപ്പോൾ സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസം ഏതാ? അണുസംയോജനമാണെന്ന് നമ്മൾ കണ്ടു. ഒരു പരീക്ഷണം വഴി എക്സ്പെരിമെന്റ് നടത്തി പ്രൂവ് ചെയ്ത് കാണിച്ചത് ആരാണ്? ഹാൻസ് ബാത്തെ. സ്പെല്ലിംഗ് എന്താ? HANSBATHE. ഈ ഹാൻസ് ബാത്തയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയ വർഷമാണ് ഇത് 1967, 1967. കിട്ടിയോ? ഹാൻസ് ബാത്തയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയ വർഷം ഏതാണ്? 1967 ആണ്, 1967. കിട്ടി. വീണ്ടും മുന്നോട്ട്. അവിടെ കിടപ്പുണ്ടോ കേട്ടോ? ഇവിടെ കിടപ്പുണ്ടോ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിടാണ്ട്. സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസം ഏതാ? അണുസംയോജനമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? നോക്കൂ, ഹാൻസ് ബാത്തയാണ്. ഹാൻസ് ബാത്തയ്ക്ക് അതിനു വേണ്ടി നോബൽ സമ്മാനം കിട്ടി. നോബൽ സമ്മാനം കിട്ടിയ വർഷം ഏതാണ്? 1967 ആണ്, 1967. കിട്ടി. 1967, 1967. വീണ്ടും മുന്നോട്ട് പോകുന്നു. പരിചയപ്പെടാൻ രണ്ട് ക്വസ്റ്റ്യനോടെ വായിച്ചു നോക്കിയടേ. നോക്കൂ, നമ്മൾ നേരത്തെ രണ്ട് സയന്റിസ്റ്റുമാരെ പറഞ്ഞില്ല, ആരൊക്കെയായിരുന്നു? ഒന്നാരാ? ഏണസ്റ്റ് റൂദർഫോർഡ് അല്ലേ? ഒന്നാരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. രണ്ടാമത്തെ ആരായിരുന്നു? നീൽസ് ബോർ. നമുക്ക് അവരെ പറ്റി നോക്കാം. ബോർഡിലേക്ക് നോക്കിയടേ. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. നോക്കൂ, ഏണസ്റ്റ് റൂദർഫോർഡിന്റെ ഓർമ്മയ്ക്കായി, എങ്ങനെയാണ്? ഏണസ്റ്റ് റൂദർഫോർഡിന്റെ ഓർമ്മയ്ക്കായി ആവർത്തന പട്ടികയിൽ കൊടുത്തിരിക്കുന്ന മൂലകത്തിന്റെ പേരെന്താണ്? റൂദർഫോർഡിയം. സിമ്പൽ ഉണ്ടോ? RF. അറ്റോമിക് നമ്പർ ഉണ്ടോ? 104. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഏണസ്റ്റ് റൂദർഫോർഡിന്റെ, ആ റൂദർഫോർഡിന്റെ ഓർമ്മയ്ക്കായി ആവർത്തന പട്ടികയിൽ കൊടുത്തിരിക്കുന്ന മൂലകത്തിന്, പട്ടിക എന്ന് വരും അല്ലെ, ഈ കീ ഇല്ല, കായുള്ളൂ. അപ്പോൾ ഏണസ്റ്റ് റൂദർഫോർഡിന്റെ ഓർമ്മയ്ക്കായി ആവർത്തന പട്ടികയിൽ കൊടുത്തിരിക്കുന്ന മൂലകത്തിന്റെ പേരെന്താണ്? റൂദർഫോർഡിയം. സിമ്പൽ എന്താ? RF. അറ്റോമിക് നമ്പർ എത്രയാണ്? 104, 104. എങ്കിൽ അടുത്ത പോയിന്റ് ആ ബോർഡിലുണ്ട്, നീൽസ് ബോർ. നോക്കണേ, നീൽസ് ബോറിന്റെ ഓർമ്മയ്ക്കായി ആവർത്തന പട്ടികയിൽ കൊടുത്തിരിക്കുന്ന മൂലകത്തിന്റെ പേരെന്താണ്? ബോറിയം. സിമ്പൽ ഉണ്ടോ? BH. അറ്റോമിക് നമ്പർ ഉണ്ടോ? 107, 107. അപ്പോൾ രണ്ട് സയന്റിസ്റ്റുമാരെ കുറിച്ച് പറഞ്ഞു അല്ലേ? ആ ബോർഡിലുണ്ട്,
ഏണസ്റ്റ് റുദർഫോർഡിന്റെ ഓർമ്മയ്ക്കായി ആവർത്തന പട്ടികയിൽ കൊടുത്തിരിക്കുന്ന മൂലകത്തിന്റെ പേരെന്താ? റുദർഫോർഡിയം. സിമ്പൽ RF. അറ്റോം നമ്പർ 104, 104. എങ്കിൽ നോക്കണേ, നീൽസ് ബോർ ഉണ്ട്. നീൽസ് ബോറിന്റെ ഓർമ്മയ്ക്കായി ആവർത്തന പട്ടികയിൽ കൊടുത്തിരിക്കുന്ന മൂലകത്തിന്റെ പേരെന്താ? ബോറിയം. സിമ്പൽ ഉണ്ടോ? BH. അറ്റോം നമ്പർ 107, 107. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു സോളാർ മോഡലിന്റെ കേസ് പറഞ്ഞപ്പോഴും. അപ്പം നമുക്ക് ആ സോളാർ മോഡലിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ശരിക്കും നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ. അതായത് ഒരു ആറ്റവുമായി ബന്ധപ്പെട്ട് ആദ്യ സൗരയൂഥ മാതൃക മുന്നോട്ട് വെച്ച് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. വർഷമേതാ? 911. സംഭവം പരാജയപ്പെട്ടു. ഇങ്ങനെ അതേ ആറ്റവുമായി ബന്ധപ്പെട്ട് രണ്ടാം സൗരയൂഥ മാതൃക മുന്നോട്ട് വെച്ച് ആരാണ്? നീൽസ് ബോർ. വർഷമേതാ? 913. അത് വിജയിച്ചു. ഓക്കെ അല്ലേ? ക്ലിയർ. രണ്ടാം സൗരയൂഥ മാതൃക എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് മുകളിലേക്ക് നോക്കിയടേ എങ്കിൽ നൈട്രജൻ മൂലകം നോക്ക്. നൈട്രജൻ മൂലകത്തിന്റെ പിതാവാനാടേ? ഡാനിയൽ റൂദർഫോർഡ്. കിട്ടിയോ? അപ്പോൾ നൈട്രജൻ മൂലകത്തിന്റെ പിതാവിനെ പരിചയപ്പെട്ടേ. എന്താ പിതാവിന്റെ പേര്? ഡാനിയൽ റൂദർഫോർഡ്. കിട്ടിയായിരുന്നോടെ? അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഫിസിക്സും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 റൂദർഫോർഡ് ഉണ്ട്. ഒന്നാമത്തെ ആരാടേ? ഏണസ്റ്റ് റൂദർഫോർഡ്. രണ്ടാമത്തെ ആരാടേ? ഡാനിയൽ റൂദർഫോർഡ്. പറഞ്ഞതുപോലെ ഫിസിക്സും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് 2 റൂദർഫോർഡ് ഉണ്ട്. ഒന്നാമത്തെ ആരാടേ? ഏണസ്റ്റ്. അദ്ദേഹത്തിന് എത്ര കോൺട്രിബ്യൂഷൻ? 6 കോൺട്രിബ്യൂഷൻ. പ്രോട്ടോൺ, ന്യൂക്ലിയസ് അല്ലേ? പ്രോട്ടോൺ, ന്യൂക്ലിയസ് ആണ്. പ്രോട്ടോൺ, ന്യൂക്ലിയസ്, ആൽഫ, ബീറ്റ, ആണവശാസ്ത്രം, ലോകം, ആദ്യ സൗരയൂഥ മാതൃക. ശരിയല്ലേ? അത് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ് 6 കോൺട്രിബ്യൂഷൻ. ഒന്നാരാണ്? പ്രോട്ടോൺ. രണ്ടാര? ന്യൂക്ലിയസ്. മൂന്നാര? ആൽഫ. നാലാര? ബീറ്റ. ശരിയല്ലേ? അഞ്ചാമത്തെ ആരാണ്? നാലാര? ബീറ്റ. അഞ്ചാമത്തെ ആരാണ്? അഞ്ചാമത്തെ നമ്മൾ ആണവശാസ്ത്രം, ലോകം. ആറാമത്തെ ആരാണ്? ആദ്യ സൗരയൂഥ മാതൃക. ശരിയല്ലേ? ആദ്യ സൗരയൂഥ മാതൃക. ഓക്കെയല്ലേ? ക്ലിയർ ആണ്. അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മള് അത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന്റെ കസിനാണ്. അതായത് ആ ഏണസ്റ്റ് റൂദർഫോർഡിന്റെ കസിനാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഡാനിയൽ റൂദർഫോർഡ്. ശരിയല്ലേ? എന്താ വിളിപ്പേര്? ഡാനിയൽ റൂദർഫോർഡ്. അദ്ദേഹത്തിന് ഒരു ഒറ്റ കോൺട്രിബ്യൂഷൻ മാത്രം, നൈട്രജൻ മൂലകം മാത്രം. മറന്നുപോലെ നൈട്രജൻ മൂലകത്തിന്റെയും അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ 7 ആയിട്ട് കൊടുക്കാം. മാസ് നമ്പർ പഠിക്കേണ്ടി വരും. എത്രയാ മാസ് നമ്പർ? 14 കൊടുക്കണേ. അപ്പോൾ നൈട്രജൻ മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ പരിഗണിച്ചയുടെ 7 മാസ് നമ്പർ നോക്കിയടെ 14. അപ്പോൾ നൈട്രജൻ മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര? 7. മാസ് നമ്പർ എത്ര? 14 കഴിഞ്ഞു. 14 എത്ര? മാസ് നമ്പർ 14 കഴിഞ്ഞ് 14. ക്ലിയർ അല്ലേ? വീണ്ടും മുന്നോട്ട് പോകുന്നു. പരിഗണിക്കാവുന്ന അടുത്ത വായിച്ചു നോക്കിയടെ. നമുക്ക് ഇനി നോക്കേണ്ടത് ആറ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാന പദങ്ങൾ പരിഗണിക്കാം. നോക്ക്, ആറ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട പദങ്ങളിൽ ഫസ്റ്റ് വൺ നോക്കണേ. അറ്റോമിക് നമ്പർ. എന്താ? ഒന്നാമത്തെ വിളിപ്പേര് അറ്റോമിക് നമ്പർ ആണ്. മുകളിലേക്ക് നോക്ക്. അറ്റോമിക് നമ്പറിന്റെ സിമ്പൽ എന്താണ്? ക്യാപിറ്റൽ Z എന്ന് വെച്ചാൽ നോക്കൂ, ഒരാറ്റത്തിലെ പ്രോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അതായത് ഒന്നെങ്കിൽ പറയേണ്ടി വരും ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോൺ. ശരിയല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ പറയേണ്ടി വരും ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോൺ, അതല്ലെങ്കിലോ ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് ഇറങ്ങുന്ന ഇലക്ട്രോൺസ് ആണ്. നമുക്ക് അവരെ എന്ത് വിളിക്കുകയാണേ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞ് വിളിക്കാലോ. അവിടെ ഒരു സമയം ഒരാളെ പരിഗണിക്കാവും. ഒന്നെങ്കിൽ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോൺ, അതല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് ഇറങ്ങുന്ന ഇലക്ട്രോൺ. അപ്പോൾ ഒരു സമയം ഒരാളെ മാത്രമേ വിളിക്കാവൂ. നമുക്ക് അവരെ എന്ത് വിളിക്കുകയാണേ? അറ്റോമിക് നമ്പർ. സിമ്പൽ ഉണ്ടോ? ക്യാപിറ്റൽ Z. അറ്റോമിക് നമ്പറിന്റെ സിമ്പൽ എന്താണ്? ക്യാപിറ്റൽ Z ആണ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോൺ, അതല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും കിടന്നിറങ്ങുന്ന ഇലക്ട്രോൺ നമുക്ക് എന്ത് വിളിക്കാം? അറ്റോമിക് നമ്പർ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതില് ഏറ്റവും ബെസ്റ്റ് ഏതാ? നമ്മളിപ്പം പറഞ്ഞ ജനറൽ ഡെഫിനേഷനാണ്. അപ്പൊ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് ഒരു പൊതുവായ ഡെഫിനേഷനാണ്. നമുക്ക് പൊതുവായത് വേണ്ട എന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പൊ ഒരു പക്ഷേ ഇങ്ങനെ ചോദിക്കുകയാണ്, അതായത് ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ബെസ്റ്റ് ഡെഫിനേഷൻ ടു അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിനെ പരിഗണിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആരാണ്? പ്രോട്ടോൺസിനെ മാത്രം കൗണ്ട് ചെയ്താൽ ദാറ്റ് വാസ് അവർ ബെസ്റ്റ്. മനസ്സിലായോ? പ്രോട്ടോൺസിനെ മാത്രം കൗണ്ട് ചെയ്താൽ. കിട്ടിയായിരുന്നോ? പ്രോട്ടോൺസിനെ മാത്രം കൗണ്ട് ചെയ്താൽ ദാറ്റ് വാസ് അവർ ബെസ്റ്റ്. അതാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ?
കാരണം ഒരാറ്റം എടുത്താൽ ഒന്നുകിൽ നടുക്കിയിരിക്കുന്ന പ്രോട്ടോൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുക. അപ്പൊ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് ന്യൂട്രൽ സിറ്റുവേഷനാണ്. ഒരു ന്യൂട്രൽ ആറ്റം എടുത്താൽ എന്തൊരു ആറ്റത്തിന് രണ്ടവസ്ഥയുണ്ട് അല്ലേ? ഒന്ന് ഏതാണ്? ന്യൂട്രൽ. അപ്പൊ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഒരു കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുക്കാതെ ഫ്രീ ആയിട്ടിരിക്കുന്ന ആറ്റമാണ് ഇത് ന്യൂട്രൽ ആറ്റം. അങ്ങനെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അല്ല നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എപ്പോഴും ആർക്ക് തുല്യമായിരിക്കും? നമ്പർ ഓഫ് പ്രോട്ടോൺസ് തുല്യമായിരിക്കും. ശരിയല്ലേ? ഒരാറ്റം എടുത്താൽ രണ്ടവസ്ഥ, ഒന്ന് ന്യൂട്രൽ, രണ്ട് ചാർജഡ്. ഒരാറ്റം വളരെ ഫ്രീ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂട്രൽ ആയിരിക്കുകയാണെങ്കിൽ എപ്പോഴും അല്ല നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർക്ക് തുല്യമായിരിക്കും? നമ്പർ ഓഫ് പ്രോട്ടോൺസിന് തുല്യമായിരിക്കും. ശരിയല്ലേ? ഇനി അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു രാസപ്രവർത്തനം അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുക എന്ന് വിചാരിക്കും. ഏതെങ്കിലും ഒരു രാസപ്രവർത്തനം അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തു മാറാം? ഇലക്ട്രോൺസിന്റെ എണ്ണം മാറാം അല്ലെ? അപ്പൊ ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തു മാറണേ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എപ്പോഴും ചേഞ്ച് ചെയ്യും. കാരണം ഒരു ആറ്റം എടുത്താൽ ഒരാറ്റം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്താണ്? എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ പ്രോട്ടോൺസിന്റെ എണ്ണം ഒരു കാലത്തും മാറില്ല. ഇറ്റ് വാസ് പക്ക കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നടുക്കിങ്ങനെ ഫിക്സ് ആയിരിക്കുകയാണ്. ഓക്കെ ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഇലക്ട്രോൺസിന്റെ എണ്ണം മാറുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ പ്രോട്ടോൺസിന്റെ എണ്ണം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വി ക്യാൻ ട്രസ്റ്റ് ഓൾവേസ്. എപ്പോഴും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഒരാറ്റം എടുത്താൽ പ്രോട്ടോൺസിന്റെ എണ്ണം ഒരു കാലത്തും മാറില്ല. ചാർജ് ആയാലും മാറില്ല, ന്യൂട്രൽ ആയാലും മാറില്ല. എപ്പോഴും പക്ക കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായിരുന്നോ? പക്ഷെ ഇലക്ട്രോൺസിന്റെ എണ്ണം അങ്ങനെയല്ല, മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളൊരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പറിനെ കൗണ്ട് ചെയ്യാൻ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയിരിക്കും. ഓക്കെ അല്ലേ? പക്ഷെ നമ്മൾ പൊതുവെ പറയുമ്പോൾ വേണമെങ്കിൽ പറയാൻ കഴിയും ഒരാറ്റത്തിലെ പ്രോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ എണ്ണമെന്ന് പറയാൻ പറ്റും. പക്ഷെ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ആരെ മാത്രം പറഞ്ഞാൽ മതി? പ്രോട്ടോൺസ് ഓൺലി പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? മാത്രമല്ല നമ്മൾ മറ്റൊരു പോയിന്റ് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഒരു പ്രോട്ടോണിനെ ശരിക്കും വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ ഒരു പ്രോട്ടോണിനെ എപ്പോഴും വിളിക്കുന്ന പേരെന്താ? ID കാർഡ് ഓഫ് ദി ആറ്റം അല്ലെ? പ്രോട്ടോൺസിനെ വിളിക്കുന്ന പേരെന്താ? ഒരാറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ്. നോക്ക്, ഒരാറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ID കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നതാണ് പ്രോട്ടോൺ. ഒന്നുകൂടെ, ഒരാറ്റത്തിനുള്ളിലെ ID കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് പ്രോട്ടോൺ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം? ഇതുകൊണ്ടാണ്. കാരണം ഒരു രാസപ്രവർത്തനങ്ങളിലും ആര് ചേഞ്ച് ആവില്ല? പ്രോട്ടോൺസിന്റെ എണ്ണം ചേഞ്ച് ആകില്ല. ഇറ്റ് വാസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഒരാറ്റത്തിനുള്ളിൽ പ്രോട്ടോൺസിന്റെ എണ്ണം എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരെന്താ? അതുകൊണ്ട് വിളിക്കുന്ന പേരാണെന്ത്? തിരിച്ചറിയൽ കാർഡ്. ഒരാറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നു ആരാ? പ്രോട്ടോൺ. ഒരാറ്റത്തിലെ അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ വിരലടയാളം എന്നറിയപ്പെടുന്നു ആരാണ്? പ്രോട്ടോൺ. അപ്പൊ ഒരാറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ വിരലടയാളം എന്നറിയപ്പെടുന്നു ആരാണ്? പ്രോട്ടോൺ. ശരിയല്ലേ? ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ വിരലടയാളം എന്നറിയപ്പെടുന്നു ആരാണ്? പ്രോട്ടോൺ. കിട്ടിയായിരുന്നു? അപ്പൊ അറ്റോമിക് നമ്പറിന്റെ സിംബൽ എന്താ? ക്യാപിറ്റൽ Z. ഒരാറ്റത്തിലെ പ്രോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഇത് അറ്റോമിക് നമ്പർ. ഇനി ബെസ്റ്റ് മാത്രം ചോദിച്ചാൽ, ഏറ്റവും ബെസ്റ്റ് ഡെഫിനേഷൻ ചോദിച്ചാൽ പ്രോട്ടോൺസിനെ മാത്രം കൗണ്ട് ചെയ്താലും മതി. ഓക്കെ അല്ലേ? ഇതുവരെ നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. ബോർഡിലേക്ക് നോക്കിയണേ. അടുത്ത ബോർഡിലേക്ക് നോക്കി. ഒരാറ്റം എടുത്ത് നമ്മൾ നേരത്തെ ഒരു ഫിഗർ വരച്ചില്ലേ? നടുക്കാരാടെ ന്യൂക്ലിയസ് അല്ലേ? ന്യൂക്ലിയസിന്റെ അകത്താരൊക്കെയുണ്ട്? P+N ഉണ്ട്. P ആരാണ്? പ്രോട്ടോൺ. N ആരാണ്? ന്യൂട്രോൺ. അവരെ ചാണ്ടോ P+N. അവരെ വിളിക്കുന്ന പേരാണെന്ത്? മാസ് നമ്പർ. അറ്റോമിക് നമ്പറിന്റെ സിംബൽ Z പറഞ്ഞായിരുന്നല്ലോ അല്ലെ? അടുത്ത മാസ് നമ്പറിന്റെ സിംബൽ ഏതാ? ക്യാപിറ്റൽ A. മറന്നുപോലെ മാസ് നമ്പറിന്റെ സിംബൽ ഏതാണ്? ക്യാപിറ്റൽ A. ശരിയല്ലേ? മാസ് നമ്പറിന്റെ സിംബൽ ഏതാ? ക്യാപിറ്റൽ A ആണ്. P+N. പ്രോട്ടോണുകളിലെ ന്യൂട്രോണുകളിലെ സമ്മാണ് ഇത് മാസ് നമ്പർ. കണ്ടോ? P+N. അപ്പോൾ ക്യാപിറ്റൽ A P+N. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിൽ പറഞ്ഞതുപോലെ ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസ് അല്ലെ? ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിൽ ഇരിക്കുന്ന പ്രോട്ടോണുകളിലെ ന്യൂട്രോണുകളിലെ സമ്മാണ് ഇത് മാസ് നമ്പർ. സിംബൽ ഏതാ? ക്യാപിറ്റൽ A ആണ്. ഇങ്ങനെ അടുത്ത പരിചയപ്പെട്ടേ ന്യൂക്ലിയോൺസ്. നോക്കണേ, മാസ് നമ്പറും ന്യൂക്ലിയോൺസും ഒരേ അർത്ഥമാണ്. അതായത് മാസ് നമ്പറിന്റെ മറ്റൊരു പേരാണ് ഇത്. കണ്ടോ? ന്യൂക്ലിയോൺസ്. കോമ്പിനേഷൻ ഓഫ് P+N പ്രോട്ടോണുകളിലെ ന്യൂട്രോണുകളിലെ സമ്മാണ് ഇത് ന്യൂക്ലിയോൺസ്. ശരിയല്ലേ?
അപ്പോൾ തിരിഞ്ഞു പോകല്ലേ. മാസ് നമ്പറും ന്യൂക്ലിയോൺസും പരസ്പരം തിരിഞ്ഞു പോകരുത്, രണ്ടും ഒന്നാണ്. അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കാം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ന്യൂക്ലിയോൺസിലെ ഘടകങ്ങൾ ആരൊക്കെ? മാസ് നമ്പറിൽ ആരൊക്കെയുണ്ടോ അവിടെ തന്നെയാണ് ന്യൂക്ലിയോൺസ് ഉള്ളത്. ന്യൂക്ലിയോൺസിൽ ആരൊക്കെയുണ്ട്? P+N. P ആരാണ്? പ്രോട്ടോൺ. N ആരാണ്? ന്യൂട്രോൺ. ശരിയല്ലേ? മാസ് നമ്പർ സിമ്പൽ ഏതാ? ക്യാപിറ്റൽ A ആണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. പ്രോട്ടോണുകളിലെയും ന്യൂട്രോണുകളിലെയും സമ്മാണ് ഇത്. മാസ് നമ്പർ സിമ്പൽ ക്യാപിറ്റൽ A. എന്നാൽ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാലും സമാനമായ സിറ്റുവേഷൻ ആണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളിലെയും ന്യൂട്രോണുകളിലെയും സമ്മാണ് ഇത്. ന്യൂക്ലിയോൺസ്. സിമ്പൽ ഉണ്ടോ? നോ സിമ്പൽ. ന്യൂക്ലിയോൺസിന് സിമ്പലേ ഇല്ല. ക്ലിയർ? അത്രയും ഓക്കെയാണ്. അപ്പൊ അത്രയും അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് വരണേ, മറന്നു പോകല്ലേ. അത്രയും കാര്യങ്ങളെ കൃത്യമായിട്ട് വരും ക്ലാസ്സുകളിലേക്ക് നോക്കിക്കൊണ്ട് വരിക. നമ്മൾ എടുത്ത് നിർത്തിയിരിക്കുന്നത് സ്ലൈഡ് നമ്പർ 29 വരെ. ഞാനൊന്ന് എഴുതാം, എനിക്കൊന്ന് മാർക്ക് ചെയ്യാൻ, എനിക്കൊന്ന് ഓർക്കാനൊക്കെ ഉണ്ട് എവിടം വരെ എടുത്തിരിക്കുന്നത് സ്ലൈഡ് നമ്പർ 29 വരെയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അതിന്റെ ബാക്കി നമുക്ക് എടുക്കണം. ന്യൂക്ലിയോൺസ് സ്ലൈഡ് നമ്പർ 29 ന്യൂക്ലിയോൺസ് വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. വരും ക്ലാസ്സുകൾ നമുക്ക് ഇതിന്റെ ബാക്കി എടുക്കണം. വരും ദിവസങ്ങളിൽ എടുത്തോളാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെയാണ്, വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ അത്രയും കാര്യങ്ങളെ കൃത്യമായി അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ടുവരണം, മറന്നുപോകല്ലേ. അത്രയും കാര്യങ്ങളെ കൃത്യമായി അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ടുവരിക, ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എ വിഷൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നമ്മൾ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട്